ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മെയ് 22 +2 പരീക്ഷാഫലം കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഓൾറെഡി മെയ് 21 പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന നിങ്ങളുടെ റിസൾട്ടാണ് ഇപ്പോൾ മെയ് 22 3 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി ഈ റിസൾട്ടിന്റെ ടൈമിലോ ഡേറ്റിനോ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ, അവസാന നിമിഷം ഇനിയും ഇത് മാറ്റുമോ എന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് നമുക്കിപ്പോൾ പരിശോധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് മെയിൻലി ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ അർഹിച്ച മാർക്ക് എത്രയാണോ അത് ലഭിച്ചിരിക്കും. കാരണം നമുക്കിപ്പോൾ ആ ഒരു വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ലിബറൽ തന്നെയാണ്. നിങ്ങളുടെ +2 ആ ഒരു എക്സാമിൻ്റെ അത്രയും കാഠിന്യത്തിലായിരിക്കില്ല നിങ്ങളുടെ വാല്യുവേഷൻ നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വരുന്ന മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനും കൂടുതലാവാനുള്ള സാധ്യതയുണ്ടെന്നേ ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയുന്നുള്ളൂ. എല്ലാ വിദ്യാർത്ഥികൾക്കും SSLCയുടെ വിജയശതമാനം നമുക്കറിയാം 99 മേലെ വിജയശതമാനം വന്നതാണ്. നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള വിജയശതമാനവും A+കളും ഈ ഒരു +2 റിസൾട്ടിലും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാഫലം ഏറ്റവും വേഗത്തിൽ അറിയുവാൻ സാധിക്കുന്ന ലിങ്കുകളും വെബ്സൈറ്റുകളും ആപ്പുകളും മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ കണ്ട് സേവ് ചെയ്ത് നിങ്ങൾ ആ ഒരു ലിങ്കൊക്കെ എടുത്ത് വയ്ക്കുക. ഇനി ആ ഒരു റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, മെയ് 22 3 മണിക്ക് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഒഫീഷ്യലി വന്ന് പ്രഖ്യാപിക്കുമെന്ന രീതിയിലാണ് ആ ഒരു റിസൾട്ടിന്റെ സ്ട്രക്ചറായിട്ട് പറയുന്നത്. പക്ഷേ 3 മണിക്ക് പ്രഖ്യാപിക്കുമെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തുമ്പോൾ ഏകദേശം 4 മണിയോളം ആകും. 3 മണിക്ക് പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുന്നത് എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്രയാണ് വിജയശതമാനം കൂടിയ ജില്ല ഏതാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ആ ഒരു 3 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസൾട്ട് 4 മണിയോടെ ഒന്നുകിൽ സഫലം അല്ലെങ്കിൽ ഡിജി ലോക്കർ, കേരള result.nic.in, പരീക്ഷാ ഭവൻ, DHSC കേരള തുടങ്ങിയ പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് കണക്കാക്കുവാൻ സാധിക്കും. ഇനി ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കുള്ള ഓപ്ഷൻസിൽ ഒന്ന് റീവാല്യുവേഷനും ഉണ്ട്, ഒന്ന് പുനർപരിശോധനയുമുണ്ട്. ഈ ഒരു 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു മാർക്കിൽ നിങ്ങൾ സംതൃപ്തരല്ല, നിങ്ങൾക്ക് അർഹിച്ച മാർക്കല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. ഇനി ഈ ഒരു മാർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കീം, നീറ്റ് അതുപോലുള്ള കാര്യങ്ങളുടെ അഡ്മിഷനിൽ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും 22-ാം തീയതി കഴിഞ്ഞ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി അലോട്ട്മെന്റും കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളിലേക്ക് ആ റിസൾട്ട് എത്തുന്നത് 4 മണിയോടെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു റിസൾട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ല മാർക്കുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണ്ടേ. വരും ദിവസങ്ങൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങളെ അറിയിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ്സ് ആയിട്ട് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഏവർക്കും